നമസ്കാരം. വോട്ടെണ്ണലിന് ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കെ വൻ പ്രതീക്ഷയിലും ഉള്ളിൽ ആശങ്കയിലുമാണ് കേരളത്തിലെ മൂന്ന് മുന്നണികളും. LDFും UDFും NDAയും. മൂന്നുപേരും ഏതാണ്ട് വിജയമൊക്കെ ചില സീറ്റുകളിൽ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യമെന്താണ്? അടിയൊഴുക്കുകൾ ഈ വിഷയത്തിൽ ഉണ്ടായോ എന്നുള്ള ആശങ്കയിലാണ് മൂന്നുപേരും. BJP തിരുവനന്തപുരത്തും തൃശ്ശൂരും ജയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. 20 മണ്ഡലങ്ങളിലും തങ്ങൾ ജയിക്കും എന്നുള്ള UDF പ്രഖ്യാപനം. 5-6 സീറ്റുകൾ ഉറപ്പാണ് എന്ന് LDF വിചാരിക്കുന്നു. പക്ഷേ അടിയൊഴുക്കുകൾ ഈ സമയത്ത് വലിയ തോതിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കണക്കുകളിൽ എല്ലാം ഭദ്രമാണെന്ന് അവകാശപ്പെടുമ്പോഴും അടിയൊഴുക്കുകളിൽ പേടിക്കുന്നു മൂന്ന് മുന്നണികളും. ഫലം മുന്നണികൾക്കെല്ലാം ഏറെ നിർണായകവുമാണ്. വോട്ട് പെട്ടിയിലായിട്ട് ഒരു മാസത്തിലേറെയായി, ഫലം വരാൻ സമയമുണ്ടല്ലോ എന്ന് കരുതി ആളുകൾ തെരഞ്ഞെടുപ്പ് തന്നെ മറന്നോ എന്നുവരെ സംശയമുണ്ട്. ഇനിയാണ് നെഞ്ചിടിപ്പിൻ്റെ നാളുകൾ. കൂട്ടലും കിഴിക്കലുമൊക്കെ തീരുകയാണ്. ആ വലിയ ഫലം വരാൻ ഇനി ഒരാഴ്ച മാത്രം. തുടക്കം മുതൽ ഇപ്പോഴും UDF ആവർത്തിക്കുന്നത് ഫുൾ സീറ്റ് വിജയമാണ്. 20-ൽ 20 നേടുമെന്നാണ് എല്ലാ നേതാക്കളും ഇതിനു മുൻപും പറഞ്ഞത്, ഇപ്പോഴും പറയുന്നത്. എന്നാൽ പുറത്തങ്ങനെ പറയുമ്പോഴും 5-ലേറെ സീറ്റിൽ നല്ല പോരാട്ടം നടന്നു എന്ന് മുന്നണി സമ്മതിക്കുന്നു. എവിടെയെങ്കിലും പിഴച്ചാലും 17-ൽ ഒരു കാരണത്താലും കുറയില്ല എന്നാണ് UDFിൻ്റെ ആത്മവിശ്വാസം. BJP വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണവും സംസ്ഥാന സർക്കാരിന് എതിരായ ജനവിരുദ്ധ വികാരത്തിലുമാണ് മുഴുവൻ പ്രതീക്ഷയും. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ വിഭജിച്ചു പോയാൽ കണക്കുകൾ തെറ്റും എന്ന ആശങ്കയും UDF ക്യാമ്പിലുണ്ട്. മോശം സ്ഥിതിയെ മികച്ച പ്രവർത്തനം കൊണ്ട് മറികടക്കാനായി എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. ഈസി വാക്കോവർ UDF കരുതിയപ്പോൾ അവസാനം 10-ലേറെ സീറ്റുകളിൽ നല്ല പോരാട്ടം കാഴ്ചവെക്കാനായി എന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. UDF പ്രതീക്ഷിക്കുന്ന ഭരണവിരുദ്ധ വികാരമില്ല എന്നാണ് ഇടതുമുന്നണി പറയുന്നത്. വിവാദ പരമ്പരകളെ സംഘടനാശേഷി വഴി മറികടക്കാനായി എന്നാണ് LDFിൻ്റെ വാദം. 2019-ലെ സ്ഥിതി മാറി ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ തങ്ങൾക്കൊപ്പമാകും എന്നും LDF പ്രതീക്ഷിക്കുന്നു. കണക്ക് തെറ്റിച്ച് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചാൽ എന്താകുമെന്ന ആശങ്ക പക്ഷേ മുന്നണിക്കുണ്ട്. ഇത്തവണ വിരിഞ്ഞില്ലെങ്കിൽ ഇനിയില്ല എന്ന നിലയ്ക്കാണ് BJPയുടെ എല്ലാ കണക്കുകളും. കേന്ദ്രമന്ത്രിമാരെ വരെ സ്ഥാനാർത്ഥികളാക്കിയായിരുന്നു പോരാട്ടം. പലവട്ടം പറന്നെത്തിയ നരേന്ദ്രമോദിയിലാണ് സകല പ്രതീക്ഷകളും. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വോട്ടാകും എന്ന് ഉറച്ചു പറയുന്നു BJP. ഡബിൾ ഡിജിറ്റ് സീറ്റ് പറയുന്നെങ്കിലും 3 എണ്ണമാണ് അവസാന കണക്കിൽ. തിരുവനന്തപുരവും തൃശ്ശൂരും പിന്നെ ആറ്റിങ്ങലും. ഈ 3 സീറ്റുകൾ ഉറപ്പിക്കുന്നുണ്ട് BJP. ഒരു വട്ടം കൂടി മോദി എന്ന് ഉറപ്പായിരിക്കെ രാഹുൽ ഫാക്ടറും ഇന്ത്യ സഖ്യവുമൊന്നും ഏശില്ല എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. ക്രോസ് വോട്ടിങ്ങിൻ്റെ ഭീഷണി ഇത്തവണയും മുന്നിലുണ്ട്. ഇനിയും താമര വിരിഞ്ഞില്ലെങ്കിൽ BJP കേരള ഘടകത്തിന് പിടിച്ചു നിൽക്കാനാകില്ല എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം 2025-ൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് UDF ഇപ്പോഴേ തയ്യാറായി എന്നാണ് നേതാക്കൾ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രൊഫഷണൽ സമീപനവുമായിട്ടാണ് UDF എത്തുക എന്ന് മുന്നണി പറയുന്നു. കേരള പ്രവാസി അസോസിയേഷന് കീഴിലെ ഏജൻസി UDF യോഗത്തിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള പ്രോജക്റ്റ് അവതരിപ്പിച്ചു. ഏജൻസിയെ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ലെന്നും പ്രൊഫഷണൽ സമീപനം മുന്നോട്ടുള്ള ദിവസങ്ങളിലും ഉണ്ടാകുമെന്നാണ് UDF നേതൃത്വത്തിൻ്റെ വിശദീകരണം. കേരള പ്രവാസി അസോസിയേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സംഘം UDF ഏകോപന സമിതി യോഗത്തിന് എത്തി പ്രോജക്റ്റ് സമർപ്പിച്ചിരുന്നു. പിന്നീട് നേതാക്കൾക്ക് മുന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ കണക്കുകളും കാര്യങ്ങളും അവതരിപ്പിച്ചു. വീഡിയോ പ്രസന്റേഷൻ കാണാൻ പ്രധാന ഘടകകക്ഷി നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. UDFുമായി സഹകരിക്കുന്ന കേരള പ്രവാസി അസോസിയേഷൻ്റെ കീഴിലാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് കേരള പ്രവാസി അസോസിയേഷൻ രജിസ്റ്റർ ചെയ്തത്. തങ്ങളെ മുന്നണിയിൽ എടുക്കണമെന്ന ആവശ്യം ഇവർ UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കിയായിരുന്നു പ്രവർത്തികൾ. KPIയുടെ ഏജൻസി മാത്രമാകില്ല, പല പ്രൊഫഷണൽ സംഘങ്ങളെയും കേട്ട ശേഷമായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് UDF നീങ്ങുക എന്നും റിപ്പോർട്ടുണ്ട്.